എല്ലാവർക്കും നമസ്കാരം. എന്റർടൈൻമെന്റ് കീഴിലേക്ക് എല്ലാവർക്കും സ്വാഗതം. യെസ്, എന്റർടൈൻമെന്റ് കിഴി റിയാക്ഷനാണ് എംപുരാൻ. എംപുരാൻ സിനിമ 100 കോടി ക്ലബിൽ കയറിയിരിക്കുകയാണ്. 48 മണിക്കൂർ കൊണ്ടാണ് ഈ സിനിമ 100 കോടി അടിച്ചിരിക്കുന്നത്. മലയാളത്തിലെ ആദ്യത്തെ സിനിമയാണ് ഏറ്റവും ഫാസ്റ്റസ്റ്റ് 100 കോടി. 2 ദിവസം കൊണ്ട് പൊളിച്ചേ. പിന്നെന്താ, 1.5 പൊളി പൊളിച്ചത്. തൂക്കെന്ന് പറഞ്ഞാൽ തൂക്കിയിരിക്കും. അതാണ്, അതും ഒരു മിക്സഡ് റെസ്പോൺസ് വന്ന സിനിമ കൊണ്ട്. ഇതിനൊക്കെ ഹൈ ലെവൽ പോസിറ്റീവ് വന്നിരുന്നെങ്കിൽ എന്താകുമായിരുന്നു. സത്യത്തില് ലാലേട്ടന്റെ ഒരു പവർ എന്താണെന്ന് ഒന്ന് ചിന്തിച്ചു നോക്കല്ലേ. ആവറേജ് എന്ന് പറഞ്ഞ സാധനം കൊണ്ടാണ് 2 ദിവസം കൊണ്ട് 100 കോടി. ചില്ലറ കാര്യമാണോ ഇതിന്റെ? സത്യമായിട്ടും ഇതിന്റെ ഹെവി ഫുൾ പോസിറ്റീവ് ആണെങ്കിലുള്ള അവസ്ഥയെ ഒന്ന് ആലോചിച്ച് നോക്കുക. അതായത് മലയാളത്തിന് ഏറ്റവും കൂടുതൽ അഭിമാനിക്കാൻ പറ്റുന്ന നിമിഷമാണിത്. സത്യം. കാരണം ഒരു 100 കോടിയിലേക്ക് എങ്ങനെയെങ്കിലും കഷ്ടപ്പെട്ട് കയറുന്നിടത്താണ് വെറും 48 മണിക്കൂർ കൊണ്ട് 100 കോടി അടിച്ചിരിക്കുന്നത്. ഇതിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. ലാലേട്ടൻ്റെ 3ാമത്തെ 100 കോടി ആട്ടത്. ഒന്ന് പുലിമുരുകൻ, പിന്നെ ലൂസിഫർ, ഇപ്പതാ എംപുരാൻ. അതേപോലെ തന്നെ പൃഥ്വിരാജിന്റെ ഡയറക്ഷനിൽ 2ാമത്തെ 100 കോടി. എന്താ ഒന്ന് ലൂസിഫർ, വേറെ ആർക്കും അത് അവകാശപ്പെടാനേ. സത്യം. ഒന്ന് ലൂസിഫർ, 2 എംപുരാൻ. അതായത് 1ഉം 2ഉം ഭാഗങ്ങൾ കൊണ്ട് 100 കോടി അടിച്ചിരിക്കുകയാണ്. ആളുടെ മൊത്തം 3 സിനിമയാണ് സംവിധാനത്തിൽ വന്നിട്ടുള്ളത്. ഒന്ന് ബ്രോഡാഡിയ, അത് OTT. അപ്പോൾ തിയേറ്ററിൽ റിലീസായിട്ടുള്ള 2 സിനിമയും 100 കോടി. ശരിക്കും ഇപ്പോൾ നെഗറ്റീവ് അല്ല, ചെറുതായിട്ടൊന്ന് ചിന്തിച്ചു പോവാണ് മനസ്സിൽ. ആ സ്ക്രിപ്റ്റിന്റെ കുറച്ചും കൂടി ഒരു കനം ഉണ്ടായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ഒരു ഡെപ്ത് ഉണ്ടായിരുന്നെങ്കിൽ ഈ സിനിമ പിടിച്ചാൽ കിട്ടൂലായിരുന്നു. സത്യമായിട്ടും ഞങ്ങളിപ്പോഴും, അതായത് ഞങ്ങൾ ഈ സിനിമ എൻജോയ് ചെയ്തിട്ടുണ്ട്. പക്ഷെ അപ്പോഴും നമ്മുടെ മനസ്സിൽ നമുക്ക് നേടാൻ പറ്റാത്തൊരു കാര്യം, അതായത് അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടാണ് വിഷമം. അതായത് മലയാളത്തിലെ ഏറ്റവും വലുത് എന്നുള്ള അല്ലാതെ തന്നെ മലയാളത്തിൽ നിന്ന് ഇന്ത്യയിലെ ഏറ്റവും വലുത് സംഭവിക്കും എന്ന് നമ്മൾ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു. അത് നടന്നില്ല. അങ്ങനെ ഒരു സിനിമയല്ല അത്. അങ്ങനെ അവരും കൂടി ഒന്ന് ചിന്തിക്കണമായിരുന്നു. അങ്ങനെ ഒന്ന് ചിന്തിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ ഈ സിനിമ ലെവല് മാറിപ്പോയെ. എന്തായാലും കാരണം ഇത്രയും വലിയ ബഡ്ജറ്റ് ഇറക്കുന്നു. മലയാളത്തിലെ ഏറ്റവും വലിയ താരങ്ങളിൽ ഒരാളായ ലാലേട്ടൻ ഇതിൽ നായകനായി വരുന്നു. ഇതൊക്കെ ഒത്തു വന്നിട്ട് ചെറിയൊരു രീതിയിൽ ഒന്ന് പരിഗണിച്ചിരുന്നെങ്കിൽ, അതായത് പാൻ ഇന്ത്യൻ ലെവലിൽ പരിഗണിച്ചിരുന്നെങ്കിൽ ലെവലേ മാറിയാണ്. എന്താണെങ്കിലും റെക്കോർഡുകൾ ഇനിയും വീഴും, അത് ഉറപ്പായിട്ടുള്ള കാര്യമാണ്. ഒരു വലിയ ആഗ്രഹമായിരുന്നു. ഒന്ന്, ഫസ്റ്റ് ഡേ കളക്ഷൻ കേരളത്തിൽ 12 കോടി വെട്ടിക്കുക, അതായത് ലിയോനെ. അത് വലിയൊരു ആഗ്രഹമായിരുന്നു. അത് ഗംഭീരമായിട്ട് നടന്നു. പിന്നെ മറ്റൊന്ന്, അത് 48 മണിക്കൂറിൽ 100 കോടിയൊന്നും നമ്മൾ പ്രതീക്ഷിച്ചിട്ടേ ഉണ്ടായിരുന്നില്ല. അത് മറ്റൊരു കാര്യമാണ്. പിന്നെ 500 കോടി, അതായത് ആദ്യത്തെ മലയാളത്തിലെ 500 കോടി ഈ സിനിമ കൊണ്ട് സംഭവിക്കും എന്നുള്ളൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. അത് വലിയൊരു ആഗ്രഹമായിരുന്നു. ഇങ്ങനെയൊക്കെയാണെങ്കിൽ മേ ബി സംഭവിച്ചേക്കാം. അതെ, ഈ ഒരു പോക്കാ പോകുന്നെങ്കിൽ ഉറപ്പായിട്ടും ഇത് സത്യമാണെങ്കിൽ, അതായത് എല്ലാവരും ഇൻഡസ്ട്രിയിലൊക്കെ, നമ്മൾ പ്രേക്ഷകരല്ല കേട്ടോ, നമ്മുടെ പ്രേക്ഷകരുടെ കാര്യം വിട്ടേക്ക്, ഇൻഡസ്ട്രിയിൽ ഇത് സത്യമാണെന്ന് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും ഇങ്ങനെയുള്ള സിനിമകൾ ചെയ്യാൻ എല്ലാവർക്കും വലിയൊരു പ്രചോദനമാണിത്. ഇനിയും ഒരുപാട് വലിയ വലിയ സിനിമകൾ മലയാളത്തിൽ നിന്നുണ്ടാവും. അതിനൊരു ധൈര്യം കൊടുക്കുന്ന സംഭവമായി മാറിയിട്ടുണ്ട് എന്തായാലും എംപുരാൻ. എന്തായാലും ഇതിൻ്റെ ഒരു ട്രോൾ വീഡിയോ ഉണ്ട്, ഗ്രാൻഡ് പോ മച്ചാൻ ചെയ്തതാണ്. ഗ്രാൻഡ് പോ മച്ചാനല്ല, ഗ്രാൻഡ് പോ ട്രോള്. ഓക്കെ, ആ വീഡിയോ ഒന്ന് കാണാം. പിന്നെന്താ, ആഘോഷിക്കുമ്പോൾ നമ്മൾ എല്ലാത്തിനും ആഘോഷിക്കും, അത്രേ ഉള്ളൂ. നീ കണ്ടത് എന്താണെന്ന് പറ. സ്റ്റീഫൻ നമ്മൾ ഉദ്ദേശിച്ച ആളല്ല. മുറിവേറ്റ സിംഹത്തിന്റെ ശ്വാസം ഗർജനത്തെക്കാൾ ഭയങ്കരമായിരുന്നു. ചരിത്രം കുറിച്ച് എമ്പുരാൻ റിലീസായി 48 മണിക്കൂർ തികയുന്നതിന് മുൻപ് തന്നെ 100 കോടി ക്ലബിൽ ഇടം നേടിയിരിക്കുകയാണ് ചിത്രം. നമ്മൾ ഏറെ പ്രതീക്ഷിച്ച ഒരു ചിത്രം റിലീസായി ഇത്ര മണിക്കൂറിനകം 100 കോടി ക്ലബിൽ ഇടം പിടിച്ചു എന്ന് മാത്രമല്ല, രാഷ്ട്രീയപരമായി സിനിമയെ സംബന്ധിച്ച് വലിയ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്നതിനിടെയാണ് ഇങ്ങനെ ഒരു വലിയ നേട്ടം. എന്താന്ന്
ഇപ്പൊ പിടികിട്ടിയായി. പൂജ, നമ്മുടെ നാട്ടിൽ സിനിമ ഇഷ്ടപ്പെടുന്നവർ അത് കാണും. അത് ഏതൊക്കെ രാഷ്ട്രീയ വിവാദങ്ങൾ അനുകൂലിച്ചോ പ്രതികൂലിച്ചോ ഒക്കെ ഉണ്ടെങ്കിൽ ചർച്ചകൾ ഒരു ഭാഗത്ത് നടക്കും. സിനിമ ഇഷ്ടപ്പെടുന്നവർ ഒരു ഭാഗത്ത് പോയി തിയേറ്ററുകളിൽ പോയി കാണും. എന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണം കൂടിയാണ് എമ്പുരാന്റെ ഈ നേട്ടം. നിന്നെ പോലുള്ള വിവരദോഷികളും അല്പന്മാരുമാണ് മലയാള സിനിമയുടെ യഥാർത്ഥ പ്രതിസന്ധി. ഒട്ടനേകം പേരുടെ ചോരയിലും കണ്ണീരിലും വേർപ്പിലും കെട്ടിപ്പടുത്തതാണ് ആ സിനിമ. അത് നശിപ്പിക്കാൻ നോക്കിയാൽ സമ്മതിക്കില്ല. അതായത് ഇന്നലെ രാവിലെ 27 രാവിലെ 6 മണിക്ക് പ്രദർശനം തുടങ്ങിയ സിനിമ ഇന്ന് ഇതുവരെ 48 മണിക്കൂർ തികച്ചിട്ടില്ല. അതിനുള്ളിൽ തന്നെ നമുക്കറിയാം, ആദ്യത്തെ റെക്കോർഡ് 24 മണിക്കൂറിൽ 6.25 ലക്ഷം ടിക്കറ്റ് വിറ്റുപോയി ഇന്ത്യൻ സിനിമയിലെ വലിയ റെക്കോർഡ് സ്വന്തമാക്കുന്നു. 50 കോടി ഒറ്റ ദിവസം കൊണ്ട് 50 കോടി കളക്ഷൻ നേടി മലയാള സിനിമയിലെ വലിയ റെക്കോർഡ് സ്വന്തമാക്കുന്നു. ഇന്ന് വന്ന മറ്റൊരു റെക്കോർഡ് ന്യൂസിലൻഡിൽ ഒരു ഇന്ത്യൻ സിനിമയ്ക്ക് കിട്ടുന്ന ഏറ്റവും വലിയ ഓപ്പണിംഗ് കിട്ടിയ ചിത്രവും എമ്പുരാനാണ്. അതിനൊപ്പമാണ് ഇപ്പോൾ മോഹൻലാൽ തന്നെയാണ് ഫേസ്ബുക്കിലൂടെയൊക്കെ അദ്ദേഹം അറിയിച്ചത് ചരിത്ര നേട്ടം സ്വന്തമാക്കിയ സന്തോഷത്തിൽ ആരാധകരോട് നന്ദി പറയുന്നത്. അമ്മയുടെ മുലപ്പാല് കുടിച്ച ആമ്പിള്ളാരുണ്ടെങ്കിൽ 10-12 ഷോകൾ ഒരു ദിവസമുള്ള തിയേറ്ററിൽ എമ്പുരാൻ മൂലം 20-21 ഷോകളൊക്കെയാണ്. തിരുവനന്തപുരത്ത് തന്നെ ചില തിയേറ്ററുകളിൽ 32-34 ഷോയൊക്കെ ഒറ്റ ദിവസം. അതായത് നോൺ സ്റ്റോപ്പാണ്. ഇന്നലെ രാവിലെ 6 മണിക്ക് തുടങ്ങിയ പ്രദർശനം തിയേറ്ററുകൾ അടച്ചിട്ടില്ല. 30-ാം തീയതി വരെ, അതായത് ഞായറാഴ്ച ഒരുപക്ഷെ തിങ്കളാഴ്ച ഉച്ചയോടെ വരെ മാത്രമായിരിക്കും ചിലപ്പോൾ ഒരു ബ്രേക്ക് അവിടുത്തെ ജോലിക്കാർക്ക് പോലും കിട്ടാമെന്ന് തോന്നുന്നു. നമ്മുടെ ചാൻഡിച്ചിലിപ്പോ കൊടിച്ചുപെട്ട വാലേരി ഓലപ്പഴക്കത്തിന് ജീവിതത്തിൽ വിട്ടമാരെ അന്തം വിട്ട് ഓട്ടോ ഉറപ്പാ. ഇപ്പൊ ബഹിഷ്കരണം അല്ലെങ്കിൽ ടിക്കറ്റുകൾ ക്യാൻസൽ ചെയ്തു വന്ന ചില ബഹിഷ്കരണ പ്രചാരണങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിൽ കാണുന്നുണ്ടെങ്കിലും അതൊന്നും കളക്ഷന്റെ കാര്യത്തിൽ ഒരു തരത്തിലും ബാധിക്കുന്നില്ല. അത് ഒരുപക്ഷെ ഈ വിവാദങ്ങൾ കാണുമ്പോൾ അന്ന് ഇത് കണ്ടുകളയാം എന്താണ് എന്ന് പറയുന്നതെന്ന് അങ്ങനെയുള്ള അർത്ഥത്തിൽ കാണുന്ന ആളുകൾ കൂടി ഉണ്ടാവും. വിവാദങ്ങളൊക്കെ ഒരു വഴിക്ക് അങ്ങനെ നിൽക്കട്ടെ, കാണേണ്ടവരെല്ലാം സിനിമ കാണുകയും ചെയ്യുന്നുണ്ട്. എമ്പുരാൻ 100 കോടി ക്ലബിൽ കയറുകയും ചെയ്തിട്ടുണ്ട്. ഒരേ ഒരു രാജാവ്. ഓ, അത് പൊളിച്ച് ഇത് കലക്കി. അതല്ലേ, കാണേണ്ടവർ മാത്രല്ല, കാണണ്ടാന്ന് തീരുമാനിച്ചവർ വരെ പോയി കാണുന്നുണ്ട്. അടിച്ച് കയറുക തന്നെയാണ്. കയറി വരട്ടെ. 10 ദിവസം കൊണ്ട് 500 കോടി. ഒരു 500 കോടിയിൽ തൊട്ടാൽ ആശ്വാസം. നമുക്ക് ഇപ്പോൾ 100 കോടി ഇവർ ഒഫീഷ്യലായിട്ടുള്ള പോസ്റ്റർ ഇറക്കി. ഇതിനു മുൻപ് ലൂസിഫറിൻ്റെ 200 കോടിൻ്റെ ഒരു പോസ്റ്റർ അടിച്ചിറക്കിയിട്ടുണ്ടായിരുന്നു. അതൊക്കെ ബിസിനസ് തന്ത്രങ്ങളുടെ ഭാഗമായിരുന്നു. അതെ. എന്നാൽ ഈ 100 കോടി നമുക്ക് കുറച്ചുകൂടി വിശ്വസിക്കാൻ പറ്റുന്നതാണ്. കാരണം NDTV ഒഫീഷ്യലായിട്ട് അവരുടെ ന്യൂസിലൂടെ 80 കോടി ഇതിന് ഇത്ര സമയം കഴിഞ്ഞപ്പോൾ കിട്ടിയിട്ടുണ്ടെന്നുള്ളത് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെ, അപ്പോൾ ഇത് 48 മണിക്കൂർ ആയിട്ടില്ല. അപ്പോൾ എന്തായാലും 100 കോടി നടന്നിട്ടുണ്ടാവും എന്നുള്ളത് തന്നെയാണ് നമ്മുടെ പ്രതീക്ഷ. യെസ്. എന്താണെങ്കിലും ഇന്നത്തെ ദിവസം ഇനി അങ്ങോട്ട് അവധികളും പെരുന്നാളിന്റെ ആഘോഷങ്ങളും ലീവുകളും ഒക്കെ തുടങ്ങുകയാണ്. അപ്പൊ കളക്ഷന്റെ കാര്യത്തിൽ എന്താണെങ്കിലും ഒരു ഡൗട്ടും വേണ്ട, അടിച്ച് കയറുക തന്നെ ചെയ്യും. പിന്നെ വേറെ കാര്യമുണ്ട്, നമ്മളിതിൻ്റെ റിവ്യൂ ഇട്ടതാണ്. മറ്റുള്ള ചാനലൊന്നും റിവ്യൂ ഇട്ട് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഇതിൻ്റെ പേരിൽ ഇങ്ങനെ അപ്ഡേറ്റ്സ് കൊടുക്കുക, റിയാക്ഷൻ ചെയ്യുക, അങ്ങനെയുള്ള ചാനലുകളില്ല. ഞങ്ങളിതിനെക്കുറിച്ച് പിന്നെ നമ്മുടെ ഓരോ വീഡിയോയിലും വന്നു പോകും. അപ്പം നമ്മൾ ഇതിൻ്റെ ഏതെങ്കിലുമൊക്കെ നെഗറ്റീവായിട്ടുള്ള ചില കാര്യങ്ങളെടുത്ത് പറയുമ്പോൾ ഞങ്ങൾ ഈ സിനിമയ്ക്ക് എതിരാണ്, അല്ലെങ്കിൽ ഞങ്ങൾ കളം മാറ്റി ചവിട്ടാണ്, അങ്ങനെ കരുതരുത് കേട്ടോ. അത് വെറും ഒരു തെറ്റിദ്ധാരണ. അതെ, നമുക്ക് റിവ്യൂവിൽ പറയാൻ പറ്റാത്തതായിട്ടുള്ള ഒരുപാട് നെഗറ്റീവും ഒരുപാട് പോസിറ്റീവ് അതിലുണ്ട്. പോസിറ്റീവ് ഏതാണ്ടെല്ലാം പറഞ്ഞിട്ടുണ്ട് നമ്മൾ. അത് നമുക്ക് ഇത്ര തന്നെ ഉള്ളൂ. അതിൻ്റെ ഏറ്റവും വലിയ പോസിറ്റീവ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് നമ്മുടെ മലയാളത്തിൽ നിന്ന് ഈ രീതിയിലുള്ള ഒരു സിനിമ ഇത്രയും വലുതായിട്ട് വരുമ്പോൾ അത് ആ രീതിയിൽ ഇപ്പോൾ ഒരു ലാലേട്ടൻ സിനിമ എന്നുള്ള രീതിയിൽ നമ്മൾ എൻജോയ് ചെയ്തിട്ടുണ്ട്. ഒറ്റ തവണ നമുക്ക് ആസ്വദിക്കാനുള്ള സാധനം അതുണ്ട്. അത് തിയേറ്ററിൽ നിന്ന് നമ്മൾ ശരിക്കും കാറി പൊളിച്ചതാണ്. അത് വേറെ സത്യമാണ്. ഫസ്റ്റ് ഹാഫിലൊക്കെ കുറച്ച് അങ്ങനെ പോയെങ്കിലും, പക്ഷെ ഫസ്റ്റ് ഹാഫിൽ മേക്കിംഗ് കൊണ്ട് നമ്മൾ ഞെട്ടിച്ചിട്ടുണ്ട്. അതായത് ഫ്ലാഷ് ബാക്ക് ഒക്കെ പറയുന്ന സമയത്ത് ഭയങ്കര സാധനമാണ്, ഭീകരമായിട്ടാണ് തോന്നിയിട്ടുണ്ടായത്. പക്ഷെ അതല്ലാതെ നമുക്കിത് വലിയതായിട്ട് നമ്മൾ ആഗ്രഹിച്ചതുപോലെ എല്ലാവരും ആഗ്രഹിച്ചിട്ടുണ്ടാവും. അതായത് മലയാളത്തിൽ നിന്ന് ഇന്ത്യക്ക് മുന്നിൽ, ഇന്ത്യയുടെ മറ്റ് സിനിമ ഇൻഡസ്ട്രിയിൽ ഒരു വലിയ സിനിമയായിട്ട് കൊടുക്കാൻ നമുക്ക് ഒരു സിനിമ വരുന്നു എന്നുള്ള രീതിയിൽ എല്ലാവരും പ്രതീക്ഷിച്ചിട്ടുണ്ടാവും. അത് കിട്ടാത്തതിന്റെ വേദന മാത്രമേ നമ്മൾ പറയുന്നുള്ളൂ. അല്ലാണ്ട് പല ആൾക്കാരും വിചാരിക്കുന്നുണ്ട്, അതായത് നമ്മൾ കമന്റ് ബോക്സ് നോക്കുമ്പോൾ നമുക്ക് തോന്നുന്ന കാര്യം, അതായത് ഞങ്ങള് റിലീസിന്റെ തലേദിവസം പറഞ്ഞ എക്സ്ക്ലൂസീവ് ഇല്ല, അവര് 3 പേരും ഇല്ലാത്തത് കൊണ്ടാണ് നമുക്ക് ഇത് നെഗറ്റീവായിട്ട് തോന്നിയെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ട്. അത് ഒരിക്കലുമില്ല. നമ്മൾക്ക് ശരിയാണ്, നമുക്ക് കിട്ടിയ ഒരു റൂമറായിരുന്നു, അത് വെച്ചിട്ട് തന്നെയാണ് നമ്മളത് പറഞ്ഞത്.
അത് അവിടെ തീർന്നു. അത് വന്നാലും വന്നില്ലെങ്കിലും നമ്മുടെ സിനിമ തന്നെയാണ്. അത് നമ്മൾ നമ്മുടെ ആഘോഷിക്കാൻ പ്രശ്നം. അതെ, നമുക്കതല്ലാത്ത ചില പ്രശ്നങ്ങളുണ്ട്. അതിപ്പോ ഏതാണ്ട് എല്ലാവർക്കും തോന്നിക്കാണും, എന്തായാലും ഇത് OTT-ലൊക്കെ വരുമ്പോൾ ആ രീതിയിലുള്ള നെഗറ്റീവ് വരും എന്ന് കരുതി ഇതൊരു മോശം സിനിമയല്ല ഒരിക്കലും. അതായത് ഇപ്പൊ ഡിഗ്രേഡ് ചെയ്യുന്ന രീതിയിലുള്ള മോശം സിനിമയല്ല അതെ എമ്പുരാൻ. അത് നമ്മൾ എപ്പോഴും എടുത്ത് പറയും. എന്താണെങ്കിലും ഇപ്പോഴും പറയാണ്, തിയേറ്ററിൽ മസ്റ്റ് വാച്ച് ചെയ്യുന്ന സിനിമ. അതെ, എന്തായാലും മിസ്സാക്കാതെ തിയേറ്ററിൽ പോയിട്ട് കാണാം. അതെ. എന്തായാലും ഞങ്ങൾ പോവാണ്. മറ്റുള്ള വിശേഷങ്ങളുമായിട്ട് ഉടനെ തന്നെ വരാം. ബൈ. ബൈ.